إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിലുള്ള വിശ്വാസം അവന് നൽകുന്നത് സ്ഥൈര്യമാണ്, സബാത്ത്, അഥവാ അടിയുറച്ചു നിൽക്കുവാനും സമാധാനമുള്ള ശാന്തിയുള്ള മനസ്സോടുകൂടി സ്ഥൈര്യത്തോടുകൂടി നിൽക്കുവാനുമുള്ള തൗഫീഖാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابت في الحياة الدنيا وفي الآخرة. സ്ഥൈര്യമുള്ള വാക്കുകൊണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നുമുള്ള കലിമത്തു തൗഹീദ്. ആ കലിമത്ത് കൊണ്ട് അല്ലാഹു തആല അവനെ ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലും, വഫിൽ ആഖിറ, ആഖിറത്തിലും. വയുദില്ലുല്ലാഹു الظالمين, എന്നാൽ പടച്ച റബ്ബിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന അക്രമികളായ ആളുകളാകട്ടെ അവർ വഴികേടിലേക്ക് വഴിതിരിച്ചു വിടപ്പെടുകയും ചെയ്യും. അവരെ അല്ലാഹു തആല വഴികേടിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്യും. വയഫ്അലുല്ലാഹു മാ യശാ, പടച്ച റബ്ബ് അവൻ ഉദ്ദേശിച്ചത് ചെയ്യുന്നവനാകും. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പരീക്ഷിക്കപ്പെടും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഭയം കൊണ്ട്, ഉറ്റവരുടെ വേർപാടുകൊണ്ട്, സമ്പത്തിലും ധനത്തിലുമുള്ള നാശനഷ്ടങ്ങളാൽ പല രൂപത്തിലും അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും.
ഭയപ്പെടേണ്ടതില്ല. വബശ്ശിരിസ് സാബിരീൻ, എന്നാൽ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന, ക്ഷമയെ അവലംബിക്കുന്ന മനുഷ്യനാരോ അവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നതാണ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിലൂടെ ജീവിക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിലേറ്റവും വലിയ സുപ്രധാനമായ കാര്യമാണ് നേരായ വാക്ക് മാത്രം പറയുക. തനിക്കറിവില്ലാത്ത കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രചാരണങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുക എന്നുള്ളത് ഫിത്നയുടെ കാലഘട്ടമാണ്. ഹക്ക് ഏത് ബാത്തിലേത് എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന രൂപത്തിൽ ഫിത്ന അങ്ങേയറ്റം വ്യാപിക്കുന്നതായ ഒരു കാലം. ആ സമയത്തൊരു മുഅ്മിനായ മനുഷ്യൻ എന്താണ് സ്വീകരിക്കേണ്ട സമീപനം? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. അധർമ്മകാരിയായ ഒരു മനുഷ്യൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പല കാര്യങ്ങളും നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ അത് വ്യാപിക്കുകയാണ്. അത് ഫിത്നകളുടെ കാലഘട്ടത്തിൽ വലിയ കുഴപ്പങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമായി തീരും. അപ്പൊ ഒരു മനുഷ്യന് ഒരു കേട്ട വാർത്ത സത്യമാണോ എന്നത് പരിശോധിക്കണം എന്നുള്ളത് സത്യവിശ്വാസിക്ക് പഠിപ്പിക്കപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസ മതിയത്തുർ റജുലി സഅമു. അവര് പറയുന്നുണ്ട്, ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കറിവില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായ സ്വഭാവമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കഫാ ബിൽ മർഇ കദിബൻ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ കള്ളനാവാൻ, കളവ് പറയുന്ന മനുഷ്യനായി തീരാൻ അയാൾ കളവ് പറയണമെന്ന നിർബന്ധമില്ല. മറിച്ച് താൻ കേട്ടതെല്ലാം മറ്റുള്ളവരോട് പറയുന്നവനാണെങ്കിൽ അവൻ കള്ളനായി തീരാൻ അതുതന്നെ മതി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാപകമായി പ്രചാരണങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള ഈമാനും സ്ഥൈര്യവും അവനെ മുന്നോട്ട് നയിക്കേണ്ട സന്ദർഭത്തിൽ കേട്ട വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഭീതി ജനിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിഷിദ്ധമായ കാര്യമാണ്. ഒരു മനുഷ്യന് നിഷിദ്ധമായ കാര്യമാണ് കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതെല്ലാം പറയുക എന്നത് വിലക്കപ്പെട്ടിട്ടുള്ളതായ കാര്യമാണ്. ഖാല അല്ലാഹു അസ്സ വജൽ വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബിഹി വലൗ റുദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തൻബിതൂനഹു മിൻഹും. അവർക്ക് നിർഭയത്വത്തിന്റെയോ ഭയപ്പാടിന്റെയോ ഒരു വാർത്ത വന്നെത്തിയാൽ അവരതാ അതുമായി മറ്റുള്ളവരിലേക്ക് ഓടുകയും വ്യാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് അത് മടക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്കും അതിനവർ മടക്കിയിരുന്നുവെങ്കിൽ വഇലാ ഉലിൽ അംരി മിൻഹും, അവരിലെ കാര്യദർശികളായ പണ്ഡിതന്മാരിലേക്കും അവരിലെ കാര്യദർശികളായ ഉമറാക്കളിലേക്കും അതിനെ മടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ വാർത്തകളുടെ നിജസ്ഥിതികളെക്കുറിച്ച് അവരെക്കാൾ അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അവർക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങൾക്ക് പിറകെ മാത്രമേ സഞ്ചരിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള വളരെ സുപ്രധാനമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ
ഇന്നല്ലാഹ ഖദ് ജഅല മിനന്നാസ് മഫാതീഹു ലിൽഖൈർ വമഗാലീഖു ലിശ്ശർ. അല്ലാഹു തആല ജനങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് പടച്ചറബ് നന്മകൾക്ക് കാവലാൾ ആകുവാനും നന്മകൾക്ക് മുന്നിൽ നിൽക്കുവാനും തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. തിന്മകൾക്ക് വിപരീതമായി നിൽക്കുവാനുള്ള തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിലെ നന്മകളുടെ ഉറവിടമായി തീരാനും തിന്മകളെ നിഷ്കാസനം ചെയ്യുന്ന ആളുകളായി തീരാനും പടച്ചറബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകിയ ചില ആളുകളുണ്ട്. ഇന്ന മിനന്നാസ് മഫാതീഹുൻ ലിൽഖൈർ വമഗാലീഖു ലിശ്ശർ വമിനന്നാസ് മഗാലീഖു ലിൽഖൈർ മഫാതീഹുൻ ലിശ്ശർ. നന്മകളെ മുടക്കുന്നവരും തിന്മകൾ വ്യാപിപ്പിക്കുന്നവരായ ആളുകളുടെ കൂട്ടത്തിലുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബാ ലിമൻ ജഅലഹു അല്ലാഹ് മഫാതീഹൽ ഖൈർ വമഗാലീഖൽ ശർ. ആരെയാണോ പടച്ച റബ്ബ് നന്മകൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന നന്മകളുടെ വക്താവാക്കിയത്, തിന്മകളെ നിഷ്കാസനം ചെയ്യുന്ന വ്യക്തിയാക്കിയത്, അവർക്ക് മംഗളം, അവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. വവൈലുൽ ലിമൻ ജഅലഹു അല്ലാഹ് മഗാലീഖൽ ഖൈർ വമഫാതീഹൽ ശർ. സമൂഹത്തിൽ തിന്മ വ്യാപിപ്പിക്കാനും ആളുകൾക്കിടയിൽ തിന്മ പ്രചരിപ്പിക്കാനും നന്മകൾക്കൊന്നും തന്നെ മുൻകൈയെടുക്കാതെ തിന്മകളെ പ്രചരിപ്പിക്കുന്നവനാകാനും ഒരു മനുഷ്യന് ആ ഒരു ദൗർഭാഗ്യമായ അവസ്ഥയാണ് അവന് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവൻ എത്ര നാശമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും നന്മകളുടെ വക്താക്കളാകുവാൻ, മറ്റുള്ളവർക്ക് നന്മകൾ എത്തിക്കുവാനും സമാധാനം എത്തിക്കുവാനും ശാന്തി എത്തിക്കുവാനും അതുപോലെ തന്നെ നേർമാർഗം എത്തിക്കുവാനും ഉതകുന്ന രൂപത്തിലുള്ള ജീവിതത്തിന്റെ ഉടമകളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം, അള്ളാഹുവിലേക്ക് മടങ്ങണം, നന്മകളിൽ നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുകയും തിന്മകളിൽ നിന്ന്, തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം നമുക്കറിയാം. ലോകത്തുടനീളം നമ്മളുടെ നാട്ടിൽ പോലും ഏതൊരു നാട്ടിൽ നിങ്ങൾ ചെന്നു നോക്കിയാലും ഈ രാജ്യത്ത് നിന്നുള്ള ഒരു പള്ളിയെങ്കിലും ഇല്ലാത്ത ഒരു നാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രമാത്രം പള്ളികൾ, എത്രമാത്രം ഐത്താമുകളെ സംരക്ഷിക്കുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഐത്താമുകൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ്. ആഫ്രിക്കയിലും യൂറോപ്പിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് നൽകിയൊരു നന്മ തന്നെ മറ്റുള്ളവർക്ക് അങ്ങേയറ്റം യഥേഷ്ടമായി നൽകുവാനുള്ള മനസ്സുള്ള ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഈമാൻ തൗഹീദ് എന്ന് പറയുന്നത് സുപ്രധാനമാണ്. ഇത്തരം പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ നാടിന്റെ സമാധാനം നിലനിൽക്കുവാനും സംരക്ഷണം ലഭിക്കുവാനും പടച്ച റബ്ബ് ശാന്തിയോടെയും സമാധാനത്തോടെയും ഏതൊരു രൂപത്തിൽ ഈ നാട് നിലനിന്നിരുന്നുവോ ഒരാളെയും ആക്രമിക്കാനോ അപഹരിക്കാനോ അനീതി കാണിക്കാനോ മുന്നോട്ട് പോകാത്ത രാജ്യങ്ങളാണ് എന്നുള്ളത് ഓർക്കണം. അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഈ നാടുകൾ, മിഡിൽ ഈസ്റ്റിലുള്ള ഇന്ന്
അങ്ങേയറ്റം അക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ നാടുകൾ ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരുപാട് നന്മകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഒരാളെയും അപഹരിക്കുവാൻ, ആക്രമിക്കുവാൻ, അനീതി കാണിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി മുതിരുകയോ അതിനുവേണ്ടി അവര് സാഹചര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടുള്ള രാഷ്ട്രങ്ങളല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നിലനിർത്തുകയും ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തിരികെ നൽകുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم احفظ هذا البلد أميرها وشعبها والمقيمين فيها من كل سوء ومكروه. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.